എനിക്ക് മാത്രം എന്താ ഇത്ര മടി, ഒന്നും ചെയ്യാനൊരു ഉത്സാഹം തോന്നാതെ വരിക, എല്ലാത്തിനും മടി പിടിച്ചിരിക്കാൻ തോന്നുക, ചുറ്റുമുള്ളവരെല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും എനിക്ക് ഒട്ടും നന്നാവാൻ പറ്റുന്നില്ല. ഇതൊക്കെ PCOD ഉള്ള ഒരു കുട്ടി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ മടി PCOD കൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ PCODയുടെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള മടിക്കും എനർജി ലോസിനും ആ ഒരു ക്ഷീണത്തിനും ഒക്കെ കാരണമാകാം. അതിലേറ്റവും പ്രധാനം ആൻഡ്രോജൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ. എല്ലാവരുടെ ശരീരത്തിലും പുരുഷ ഹോർമോൺ എല്ലാ സ്ത്രീകളിലും പുരുഷ ഹോർമോൺ ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഈ PCOD പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം ഈ ആൻഡ്രോജൻ ഹോർമോൺ ചെറിയ അളവിലൊന്ന് കൂടും. ആ ഒരു ആൻഡ്രോജൻ്റെ കൂടുതൽ നമുക്കൊരു എനർജി ലോസ് ആയിട്ടും മടിയായിട്ടും ക്ഷീണമായിട്ടും ഒക്കെ അനുഭവപ്പെടാം. അതുപോലെ കൃത്യമായിട്ടുള്ള ഓവുലേഷൻ നടക്കാതെ വരിക, ഒരു വീക്കായിട്ടുള്ള ഓവുലേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിൽ അളവ് കുറവ് സംഭവിക്കുമ്പം അതും ഒരു ഉറക്കക്കുറവിലേക്കും ഉത്സാഹമില്ലായ്മയിലേക്കൊക്കെ നമ്മൾ നയിക്കാം. അതുപോലെ എല്ലാ ഹോർമോണൽ പ്രശ്നങ്ങളിലും ഒരു ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ, ശരീരത്തിൽ ചെറുതായിട്ടുണ്ടാകുന്ന ഒരു നീർക്കെട്ട്, ഓരോ കോശങ്ങളിലും ഉണ്ടാകുന്ന ഒരു നീർക്കെട്ട് കാരണവും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇൻസുലിൻ കൃത്യമായ രീതിയിൽ ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് മധുരം തിന്നാൻ തോന്നുക, അത് ഷുഗറിലിങ്ങനെ ബ്ലഡിലുള്ള ഷുഗർ ലെവലിലിങ്ങനെ ഫ്ലക്ച്വേഷൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം തോന്നും, എന്നാൽ ഒരു സമയത്ത് നല്ല ഉഷാറ് തോന്നും. അതുപോലെ അത് മധുരം കഴിക്കാൻ തോന്നും, ചില സമയത്ത് മധുരം തീരെ ഇഷ്ടമില്ലാത്ത പോലെ തോന്നും. ഇതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മാറ്റമാണ്. അതുപോലെ PCODയിൽ പല തരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസികളും അതിന് കാരണമാകാം. പ്രത്യേകിച്ച് വൈറ്റമിൻ D, വൈറ്റമിൻ B12, അതുപോലെ മഗ്നീഷ്യം, അയൺ പോലെയുള്ള നമ്മുടെ മിനറൽസിൻ്റെ ഉള്ള കുറവ് വരാനും PCODയിൽ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കൃത്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. മടിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്ക് കൃത്യമായി എക്സസൈസ് ചെയ്യാനും കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യാനും ആ ഒരു ഉത്സാഹത്തോടെ ജീവിതത്തെ സമീപിക്കാനും ആ രോഗത്തെ സമീപിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഏറ്റവും അവഗണിക്കേണ്ട ഒരു ലക്ഷണമല്ല മടി. അത് ഏറ്റവും കൃത്യമായിട്ട് പരിഹരിക്കാൻ കഴിയുന്നത് ആയുർവേദത്തിലൂടെ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂട്ട് കോസിനെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് എപ്പോഴും ആയുർവേദം PCODയെ ചികിത്സിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ PCOD കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാനും ഇത്തരം അടിസ്ഥാനപരമായ ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും.